بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. റബ്ബ് നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ അമലിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ ആരാമങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു പോയത്, ഒരാള് പൂർണ്ണമായ വിജയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാളിൽ കാണപ്പെടുന്ന 11 അടയാളങ്ങൾ മഹാന്മാർ സൂചിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തേത്, വിജയിയാണോ അയാളുടെ ജീവിതത്തിൽ ദുനിയാവിനോടുള്ളതായ അമിതമായ ആഗ്രഹം ഇല്ലാതെ വരികയും പകരം ആഖിറത്തോട് കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അയാളുടെ ഇബാദത്തിലേക്ക് കൂടുതൽ ശ്രമകരമായ കാര്യങ്ങൾ ചെയ്യുകയും അതിലേക്ക് പരിശ്രമം കൂടുതലും താല്പര്യം കൂടുതലും കാണപ്പെടുകയും ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഖുർആൻ പാരായണത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തെ അടയാളം, അയാളെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ വർത്താനം പറയാൻ കൂടുകയില്ല. അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബന്ധപ്പെട്ട് അതിനോട് സംസാരിച്ച് ആ സഭയിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. നാലാമത്തെ അടയാളം, 5 വഖത്ത് ഫർള് നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കുന്ന വിഷയത്തിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ അടയാളം, അൻ യകൂന വറഅൻ ഫീമാ ഖല്ല ഔ കസറ മിനൽ ഹറാമി വശുബ്ഹാത്തി. ഹറാം എന്ന് ബോധ്യമുള്ള, ഹറാം എന്ന് ഉറപ്പുള്ള കാര്യം, അതെത്ര ചെറുതാണെങ്കിലും അത് ഒഴിവാക്കുന്നതിൽ, പൂർണ്ണമായും അത് ഒഴിവാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളും, ഹറാമോ ഹലാലോ എന്ന് വ്യക്തമല്ലാത്ത കാര്യത്തെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഹറാമിനെ എങ്ങനെയാണോ പരിഗണിച്ച ആ പരിഗണനയിൽ പൂർണ്ണമായും ഒഴിവാക്കുന്ന സ്വഭാവം. ഹറാമും ഒഴിവാക്കും, ഹറാം എന്ന് ഉറപ്പില്ലാത്ത കാര്യവും ഹറാമിനെ പോലെ തന്നെ ഒഴിവാക്കും. ഇങ്ങനത്തെ സ്വഭാവക്കാരനായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പറയുന്നത് ആറാമത്തെ അടയാളം, അന്തകൂന സുഹബത്തുഹു മഅ സ്വാലിഹീന. അദ്ദേഹത്തിന്റെ സഹവാസം സ്വാലിഹീങ്ങളുടെ കൂടെ ആയിരിക്കും. സ്വാലിഹീങ്ങളുടെ കൂടെ സഹവസിക്കാൻ താല്പര്യമുള്ള ആളായിരിക്കും. സ്വാലിഹീങ്ങളുടെ കൂടെ ആയിരിക്കും അദ്ദേഹത്തിന്റെ സഹവാസം. ഈ വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ചർച്ച തുടങ്ങുന്നത്. ആറാമത്തെ അടയാളം, സ്വാലിഹീങ്ങളുടെ കൂടെ. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ സ്വാലിഹീങ്ങളുടെ കൂടെ ചേരുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി അള്ളാഹു നമ്മുടെ മത ഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ മത ആചാരങ്ങളുടെ ക്രോഡീകരണത്തിൽ നിർബന്ധമാക്കിയിരിക്കുന്ന ഏക പ്രാർത്ഥന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളതാണ്. എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ഘോഷിക്കപ്പെടുന്നത്? ഈ പ്രാർത്ഥന സിറാത്ത് മുസ്തഖീമിൽ ചേർക്ക് എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ ഉള്ളടക്കമാണ്. ഖുർആനിന്റെ ഉള്ളടക്കമായ ഫാത്തിഹയുടെ 6ാമത്തെ വചനമായി ഈ പ്രാർത്ഥന കൊണ്ടുവരുമ്പോൾ ഉള്ളടക്കം എന്ന നിലയിൽ അടിസ്ഥാനപരമായി ഒരു വിശകലനം ഒഴിവായി നിൽക്കുന്ന അവസ്ഥയാണ് ഏതൊരു ഉള്ളടക്കത്തിനുമുള്ളത്. പക്ഷെ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ 6ാമത്തെ ആയത്ത്, സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ ചേർക്കണേ എന്ന അർത്ഥമുള്ള ഈ ആയത്തിന് വിശദീകരണമാണ് 7ാമത്തെ ആയത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്ത ആ മഹാന്മാരുടെ കൂടെ ഞങ്ങളെ ചേർക്കണം എന്നുള്ളതാണ് ഫാത്തിഹ അധ്യായത്തിന്റെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. അപ്പോൾ മഹാന്മാരുടെ കൂടെ ആവുക, അങ്ങനെ ആക്കണേ എന്ന പ്രാർത്ഥന വലിയ നിർണായകമായ സ്ഥാനം നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ വഹിക്കുന്നു എന്നുള്ള ഒരു വസ്തുത ഇതിനോടൊപ്പം ചേർത്ത് വെക്കുകയാണ്. മഹാന്മാര് ആരാണ്? അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ഈ മഹാന്മാരാരാണ്? സൂറത്തുൻ നിസായിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നതിന് വ്യാഖ്യാനം എന്നോണം
മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. മഹാന്മാരായ നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഈ മഹാന്മാരുടെ കൂടെ ഞങ്ങളെ നീ ചേർക്കണേ എന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ പ്രാർത്ഥന. നീ നോക്കണം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഖിയാമത്ത് നാളിനെ കുറിച്ച്. എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ? അവിടുന്ന് പ്രതിവചിക്കുകയാണ്, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അള്ളാഹുവിനോടും അവന്റെ ഹബീബിനോടുമുള്ള അദമ്യമായ ഇഷ്ടമല്ലാത്ത മറ്റൊന്നും എന്റെ കയ്യിലില്ല നബിയെ എന്ന സ്വഹാബി മറുപടി പറയാം. അപ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പ്രതികരിക്കുന്നത്, അൻത മഅ മൻ അഹബ്ബത, ആരെയാണോ നീ ഇഷ്ടപ്പെടുന്നത് അയാളുടെ കൂടെയാണ് നിന്റെ നാളത്തെ സ്വർഗമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മറ്റു മുഹദ്ദിസീങ്ങളും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസിന്റെ നിവേദന പരമ്പരയിലെ പ്രധാനിയാണല്ലോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാനായ സ്വഹാബിയാണ്. അനസ് തങ്ങൾ പറയാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പലതും കേട്ട് ഞങ്ങൾ പുളകിതരായിട്ടുണ്ട്. പക്ഷെ ഈ വാക്ക് ഞങ്ങൾക്ക് തന്ന സന്തോഷത്തോളം ഒന്നും തന്നെ ആയിട്ടില്ല. കാരണം ഞങ്ങൾ അമലുകൊണ്ട് സ്വർഗം പ്രതീക്ഷിക്കുന്നവരല്ല. ഇന്നി ഉഹിബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കറിൻ വ ഉമർ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയാണോ നീ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ സ്വർഗം നിനക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നെ സംബന്ധിച്ച്, ഞങ്ങളെപ്പോലെ ഈ സാധാരണ സ്വഹാബികളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും പിന്നെ അബൂബക്കർ തങ്ങളോടും പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനോടും ഇങ്ങനെ തുടങ്ങുന്ന മഹാന്മാരോടാണ് ഞങ്ങളുടെ സ്നേഹം. അവർ ചെയ്യുന്ന അമല് ഞങ്ങൾ ചെയ്തില്ലെങ്കിലും അവർ പോകുന്ന സ്വർഗത്തിൽ അവരോടൊപ്പം ഞങ്ങൾ പോകും. അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന പരിഗണനയിൽ ഈ നബി വചനത്തിന്റെ സന്തോഷം പങ്കിട്ട അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മഹാന്മാരെ ഇഷ്ടപ്പെടാൻ അവരുടെ കൂടെയാവാം. ഒരാൾ വിജയിയാണ് എങ്കിൽ കാണപ്പെടുന്ന 11 അടയാളങ്ങളിൽ 6-ാമത്തേതാണ്. ഇനി നോക്കണം, അള്ളാഹുവിന്റെ ഖുർആൻ ഒരു നായയെ കുറിച്ച് പറയുന്നുണ്ട്. ആ നായ മഹാന്മാരുടെ കൂടെ കൂടിയ നായയാണ്. നായയായിരുന്നിട്ട് മഹാന്മാരുടെ കൂടെ കൂടിയ ആ നായക്ക് അള്ളാഹു കൊടുത്ത പരിഗണന ചരിത്രത്തിന്റെ ഏറ്റവും അങ്ങേ അറ്റം വരെയുള്ള ചർച്ചയാണ്. ലോകം അവസാനിക്കും വരെ ആ നായയുടെ ചരിത്രം ലോകത്ത് നിലനിൽക്കുന്നു, ഒരു നിത്യസ്മരണ പോലെ. കാരണം ആ ചരിത്രം പ്രതിപാദിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. മഹാന്മാരുടെ കൂടെ കൂടിയപ്പോൾ ആ നായക്ക് കിട്ടിയ ദുനിയവിയായ നേട്ടം ഇതാണ്. ഇമാം സാവി രേഖപ്പെടുത്തുന്നുണ്ട്, ആ നായ സ്വർഗത്തിലാണെന്ന്. അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ കൂടിയ ആ നായയുടെ ചരിത്ര വിശേഷത്തിലേക്ക്, മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്ര വിശേഷത്തിലേക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായം തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ ഈ നായയുടെ അവസ്ഥയെക്കുറിച്ചും ഈ നായ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചും പറയുന്ന ഭാഗത്തെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്ന ഉദ്ധരണിയോടുകൂടെ തന്നെ നമുക്ക് ചേർത്ത് ഒരുമിച്ച് വായിക്കാം. ഏതായാലും ആയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. സൂറത്തുൽ കഹ്ഫിന്റെ 18-ാമത്തെ ആയത്താണിത്. അസ്ഹാബുൽ കഹ്ഫിനെ അള്ളാഹു സംരക്ഷിച്ചത് മറ്റുള്ളവരുടെ മനസ്സിൽ അള്ളാഹു ഭയം ഇട്ടുകൊടുത്തു. അസ്ഹാബുൽ കഹ്ഫിന്റെ മനസ്സിൽ നിർഭയത്വവും ഇട്ടുകൊടുത്തു. ആ നിർഭയത്വം അവരെ സമാധാനത്തിലെത്തിച്ച് അവർക്ക് നല്ലൊരു ഉറക്കം, ഒരു വിശ്രമം. ഏകദേശം 309 വർഷം അറബി മാസക്കണക്കനുസരിച്ച്, ചന്ദ്രമാസക്കണക്കനുസരിച്ച്, അല്ലെങ്കിൽ 300 വർഷം
മഹാന്മാരായ സുഹൈബുൽ കഹ്ഫ് ഉറങ്ങാണ്. ആ ഉറക്കത്തിൽ അള്ളാഹു അവർക്ക് കൊടുത്ത എല്ലാ സുരക്ഷിതത്വവും സംരക്ഷണവും ഈ നായക്ക് കൊടുത്തു. മുത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുഹൈബുൽ കഹ്ഫിന്റെ ചരിത്രം അള്ളാഹു പറഞ്ഞു കൊടുക്കുമ്പോൾ പുന്നാര നബി തങ്ങളോട് പറയാ, അവരെ എങ്ങാനും അങ്ങ് കണ്ടിരുന്നുവെങ്കിൽ, അവർ ഉറങ്ങുന്ന കാഴ്ച കണ്ടിരുന്നെങ്കിൽ, അത്യപൂർവമായ കാഴ്ച, കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചിട്ടുള്ള ഉറക്കം, അങ്ങ് കണ്ടാൽ അങ്ങ് വിചാരിച്ചു പോകും, അങ്ങ് കണക്ക് കൂട്ടും അവര് ഉണർന്നിരിക്കാണോ എന്ന് വിചാരിക്കും. വഹും റുഖൂദ്, എന്നാൽ അവര് ഉറക്കത്തിലാണ്. വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തശ് ശിമാൽ, തുടർച്ചയായി 309 കൊല്ലം കിടന്നുറങ്ങുമ്പോൾ പച്ച മണ്ണിലാ കിടക്കുന്നത്. ശരീരത്തിന് സാരമായ പരിക്കുകളും കേടുപാടുകളും മറ്റു ജീവജാലങ്ങളുടെ മണ്ണിലെ മറ്റു സൂക്ഷ്മജീവികളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അവർക്ക് ആവശ്യാനുസരണം അല്ലാഹു അവരെ തിരിച്ചും മറിച്ചും കെടുത്തിക്കൊണ്ടിരുന്നു. സൂര്യപ്രകാശം അവരിലേക്ക് എത്തുന്നതിന്റെ ദിശ അല്ലാഹു മാറ്റി കൊടുത്തുകൊണ്ടിരുന്നു. ഈ രീതിയിൽ മഹാന്മാരെ അല്ലാഹു എങ്ങനെയൊക്കെ സംരക്ഷിച്ചോ ആ സംരക്ഷണത്തിന്റെ ഒരു അംശം പുറത്ത് കാവൽ നിൽക്കുന്ന നായക്കുണ്ടായിരുന്നു. നായ അകത്തേക്ക് കയറിയിട്ടില്ല, പുറത്താണ് കാവൽ നിന്നത്. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഈ ഒരു ചിന്തയിൽ, ആലോചനയിൽ എൻസലൂസ് പർവ്വതത്തിന്റെ മുകളിലെ ഗുഹയിലകത്തേക്ക് ഈ മഹാന്മാർ പോയപ്പോ അവരുടെ പിന്നാലെ ഒരു നായ കൂടി. ആ നായയെ പറ്റി ഖുർആൻ പറയാണ്, വകൽബുഹും ബാസിത്തും ദിറാഇഹി ബിൽ വസീദി, ആ നായ ഇവർക്ക് കാവലായി പുറത്ത്, ഗുഹയുടെ പുറത്ത് കാവൽ നിന്നു. എന്താ ഗുഹയുടെ പുറത്ത് കാവൽ നിന്നത്? മഹാനായ ഇബ്നു ജുറൈജ് തങ്ങൾ പറയുന്നു, ഗുഹയുടെ പുറത്ത് കാവൽ നിൽക്കുക എന്ന ആ ഒരു പ്രകൃതം നായ സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു വീടിന് കാവൽ നിൽക്കുകയാണെങ്കിൽ പുറത്താണുള്ള കാവൽ നിൽക്കുക. ആ രീതിയിൽ നായ അതിന്റെ പ്രകൃതി എങ്ങനെയോ അതുപോലെ ചെയ്തു. പിന്നെ ഒരു കാര്യമുണ്ട്, വകാന ജുലൂസുഹു ഖാരിജൽ ബാബിലി അന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീ കൽബിൻ കമാ വറദ ഫീ സ്വഹീഹ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഈ നായ അകത്തുണ്ടെങ്കിൽ നായ ഉള്ളോടത്തേക്ക് മലക്ക് കയറൂലെന്നുണ്ട്. അപ്പൊ ഗുഹയുടെ അടുത്ത് ഈ മഹാന്മാരുടെ കൂടെ മലക്കുകളുണ്ട്. ഈ മലക്കുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗുഹയുടെ അകത്തേക്ക് നായനെ കയറ്റിയില്ല, നായ കയറിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ മഹാന്മാരെ അള്ളാഹു ആവശ്യാനുസരണം ഇടത്തേക്കും വലത്തേക്കും ചെരിച്ചു കെടുത്തും തിരിച്ചു കെടുത്തുമായിരുന്നു. വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തശ് ശിമാലി എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ ഭാഗം ഇങ്ങനെ അർത്ഥമാക്കുമ്പോൾ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്, വസമിലത്തു കൽബഹും ബറക്കത്തുഹും, ഈ മഹാന്മാരുടെ ബറക്കത്ത് ഈ നായക്കും കിട്ടി. മഹാന്മാരുടെ ബറക്കത്ത് നായക്ക് കിട്ടിയെന്ന് ഇബ്നു തീമിയുടെ ശിഷ്യൻ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. എങ്ങനെ ബർക്കത്ത് കിട്ടിയത്? ഈ മഹാന്മാർക്ക് കിട്ടിയ ആനുകൂല്യം, അവിടെ ടെൻഷൻ ഇല്ലാതെ 300 ചില്ലാനും കൊല്ലം ഉറങ്ങാൻ പറ്റി എന്നുള്ളതാ. അത് ഈ നായക്കും കിട്ടി. ഈ 300 ചില്ലാനും കൊല്ലം അവർക്ക് ആയുസ് അല്ലാഹു കൊടുത്തു, അത് ഈ നായക്കും കിട്ടി. ഈ 300 ചില്ലാനും ദിവസം വർഷം ഈ മഹാന്മാരോട് ഉറങ്ങുമ്പോൾ അവർക്ക് കിട്ടിയ സുരക്ഷിതത്വവും സംരക്ഷണവും ഈ നായക്കും കിട്ടി. ഈ മഹാന്മാർക്ക് അല്ലാഹു കൊടുത്ത ഉറക്കത്തിന്റെ സർവ്വ സുഖങ്ങളും ഈ നായക്ക് കിട്ടി. വഹാദാ ഫായിദത്തു സുഹബത്തിൽ അഖ്യാരി, ഈ പറഞ്ഞ നേട്ടം, അതായത് ഈ നായക്ക് കിട്ടിയ എല്ലാ നേട്ടങ്ങളും അള്ളാഹു നായനെ തിരിച്ചും മറിച്ചും കെടുത്തി. അവരെ കെടുത്തിയ പോലെ തന്നെ നായക്ക് മഹാന്മാർക്ക് കിട്ടിയത് മുഴുവനും കിട്ടിയത്. അതിൽ നിന്നും പഠിക്കേണ്ടത് ഇബ്നു കസീർ രേഖപ്പെടുത്താണ്, സ്വാലിഹീങ്ങളെ മഹാന്മാരെ കൂടെ കൂടാൻ തീരുമാനിച്ചാൽ ഇങ്ങനെ കുറെ പ്രയോജനങ്ങൾ കിട്ടും. എന്നിട്ട് ഇബ്നു കസീർ തങ്ങൾ പറയുന്ന ഈ നായക്ക് കിട്ടിയ പ്രയോജനം എന്താ? നമ്മളിപ്പോ ഈ പറഞ്ഞ പ്രയോജനങ്ങൾക്ക് പുറമെ ഇന്നഹു സാറ ലിഹാദൽ കൽബി ദിക്റുൻ വഖബറുൻ വശഉനുൻ, ഈ നായ ചരിത്രത്തിലെ ചർച്ച ചെയ്യപ്പെട്ട നായാണ്. ഇമാം സാവി രേഖപ്പെടുത്തുന്നുണ്ട് ഈ നായ സ്വർഗത്തിലാണെന്ന് ഇമാം സാവി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ചരിത്രത്തിൽ ഈ നായക്ക് ചർച്ചയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു അധ്യായത്തിൽ ഈ നായയെ ഒരു സംഭവമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഈ നായ ദുനിയാവിന്റെ ചർച്ചയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ലോകാവസാനം വരെ ഈ നായയെ നിലനിർത്താണ് ചർച്ചയിലൂടെ. അത് നായക്ക് കിട്ടിയ ബർക്കത്താണ്. ഇതെന്തിനാണിത്? മഹാന്മാരുടെ കൂടെ കൂടിയത് നായയായിരുന്നിട്ടും മഹാന്മാരുടെ ബർക്കത്ത് കിട്ടി. അത് നമുക്കും കിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് വിജയത്തിന്റെ 6ാമത്തെ അടയാളം
മഹാന്മാരുടെ കൂടെ കൂടലാണ്. നേരത്തെ നമ്മൾ ഓതിയ ആയത്ത് ഞാൻ വീണ്ടും ഓതുന്നു. സ്നേഹത്തിന്റെ ഭാഷയിൽ അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ, അല്ലാഹനെ നിങ്ങൾ ഭയക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബിനെ ഭയക്കണം, റബ്ബിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, മഹത്തുക്കളുടെ കൂടെ 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 നിങ്ങളാവണം. കൂടെ സ്വഹാബികൾ എങ്ങനെയായിരുന്നു? ഈ കൂടെക്കാരായിരുന്നു. കൂടെ 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 എപ്പോഴും കൂടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അഉ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. സൂറത്തുൽ ഫത്ഹിന്റെ മനോഹരമായ ആയത്ത്. ഈ ആയത്ത് ഇങ്ങനെ വെച്ച് വഴുതു പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. ഇതിൽ മഅഹു എന്ന ഒരു വാക്ക് തന്നെ ഒരു 10 ദിവസം പറയാനുണ്ട്. അത്രയും സ്വഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ, അവിടുത്തെ സാമീപ്യവും സാന്നിധ്യവും ആഗ്രഹിച്ചവർ കൂടെ. ഒരിക്കലും പിരിഞ്ഞിട്ടില്ലല്ലോ സിദ്ദീഖ് തങ്ങള്, ഒരിക്കലും പിരിഞ്ഞിട്ടില്ലല്ലോ. ഇരുട്ടിന്റെ ഗോഹരങ്ങളിൽ ഗുഹയിലെ മുത്തുനബിക്ക് വേണ്ടിയിട്ട് പെരുവിരൽ പാമ്പിന്റെ വായിൽ വെച്ചു കൊടുക്കും പോലെ എന്തൊരു വലിയ കൂടെ കൂടെ കൂടെ. വിജയത്തിന്റെ അടയാളം മഹാന്മാരുടെ കൂടെയാ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരുടെ കൂടെ, നല്ലവരുടെ കൂടെ. അങ്ങനുണ്ട്. എല്ലാരും ഹിജ്റ പോവാൻ നേരത്ത് ഓരോരുത്തരും അവരുടേതായ ശൈലിയിലാ പോയത്. ചിലര് പേടിച്ചാ പോയത്, ചിലര് കൂട്ടം കൂട്ടായിട്ടാ പോയത്. ഹിജ്റ പോണം എന്നതിൽ ആർക്കും തർക്കമില്ല, പോണം. സിദ്ദീഖ് തങ്ങൾക്ക് ഹിജ്റ പോകുന്ന കാര്യത്തിൽ ഒരു ചെറിയ ഒരു ആലോചന ഉണ്ടായിരുന്നു. പടച്ച റബ്ബേ, എനിക്ക് ഹിജ്റ പോകുന്നത് ഇഷ്ടമാണ്, എന്റെ ദൗത്യമാണ്, എന്റെ ആവശ്യമാണ്, എന്റെ ശറഅ എന്നോട് പറയുന്ന നിയമമാണ്, ഞാൻ ഹിജ്റ പോവാം. പക്ഷെ അല്ലാഹ് ഒരാഗ്രഹമുണ്ട്, പ്രാർത്ഥനയായിരുന്നു. ഹിജ്റ പോകുന്നതിന്റെ 2 മാസം മുന്നേ അള്ളാഹുവിന്റെ ഹബീബിനും സിദ്ദീഖ് തങ്ങൾക്കും പോവാൻ വേണ്ടിയിട്ട് 2 ഒട്ടകത്തെ വില കൊടുത്ത് വാങ്ങി നേരത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നു സയ്യിദുനാ സിദ്ദീഖ്. 2 ഒട്ടകത്തെ വാങ്ങിയത് താൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ. ഈ കൂടെ എന്നത് പ്രാർത്ഥനയിലുണ്ട്. അത് ഫലിച്ചാൽ ഈ 2 ഒട്ടകം അന്നേരം അന്വേഷിച്ചാൽ കിട്ടൂല, ഇപ്പൊ തന്നെ നേരത്തെ റെഡിയാക്കണം. അതിനുവേണ്ടി അവരെങ്ങനെ നടന്നു. ഈ മഹാന്മാരുടെ കൂടെ ആവാ എന്നത് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തിനാ മഹാന്മാരുടെ കൂടെ? അവർക്ക് ബർക്കത്തുണ്ട്. അവരെവിടെ പോയാലും ബർക്കത്തുണ്ട്. അവരെവിടെ പോയാലും ബറക്കത്തുണ്ട്. മഹാന്മാരെവിടെ പോയാലും ബറക്കത്ത്. എവിടെയുണ്ടത്? പരിശുദ്ധ ഖുർആൻ. മഹാന്മാരുടെ കൂടെ ബറക്കത്ത് ഉണ്ടെന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇ വമാ കാനത് ഉമ്മുകി ബഗിയാ فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. സൂറത്ത് മറിയം. നാട്ടുകാര് വന്നിട്ട് പറഞ്ഞു, ഓ ഹാറൂന്റെ പെങ്ങളെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ആങ്ങളയുടെ പേര് ഹാറൂൻ എന്നായിരുന്നു. മഹാനവറുകൾ നല്ലൊരു മനുഷ്യനായിരുന്നു. ഹാറൂന്റെ പെങ്ങളെ, ഇമ്രാന്റെ മോളെ. ഇമ്രാൻ വലിയ മഹാനായിരുന്നു റളിയല്ലാഹു അൻഹു. ഇമ്രാന്റെ മോളെ, ഹാറൂന്റെ പെങ്ങളെ റളിയല്ലാഹു അൻഹു. ആ കാലഘട്ടത്തിലെ ജനങ്ങളെ വിളിച്ചു പറയാണ്, മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. ഹന്നാ റളിയല്ലാഹു അൻഹ എന്ന മഹ്ദി എത്ര വലിയ മഹ്ദിയായിരുന്നു. ഓ ഹാറൂന്റെ പെങ്ങളെ, ഇമ്രാന്റെ മോളെ, ഓ
ബഹുമാനപ്പെട്ട ഹന്ന റളിയല്ലാഹു അൻഹയുടെ മകളെ, നിന്റെ ഉമ്മായോ വാപ്പയോ ആങ്ങളെയോ ഇവരാരും മോശമായിരുന്നല്ലോ, ഉമ്മ നല്ലൊരു പെണ്ണായിരുന്നല്ലോ, നിനക്ക് എന്താ പറ്റി? എവിടെന്ന ഈ അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടായ ഗർഭം എന്ന് ചോദിച്ചു. ആരാ ഈ കുട്ടിയുടെ വാപ്പ? കുട്ടിയുടെ വാപ്പ ആരാന്ന് കുട്ടിയോടല്ലേ ചോദിക്കണ്ടേ? എന്നോട് ചോദിക്കാൻ. അവരോട് പ്രതികരിച്ചില്ല, അവരോട് മിണ്ടിയില്ല. കുട്ടി കിടക്കണോടത്തിലേക്ക് കൈ ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു, അവിടെ ചോദിച്ചോ കുട്ടിയുടെ വാപ്പ ആരാന്ന് കുട്ടിയോട് ചോദിക്കുക, എന്നോട് ചോദിക്കണം എന്തിനാ? കുട്ടിയുടെ വാപ്പ ആരാണെന്ന് അവിടെ ചോദിക്കാ. കൈ കറാമത്തിന്റെ കയ്യാ. കുട്ടിയുടെ നേരെ കൈ അങ്ങ് നീട്ടി മറിയം റളിയല്ലാഹു അൻഹ. കുട്ടിയോട് ചോദിക്കൂ. കുട്ടിയോട് ചോദിക്കാൻ വേണ്ടി ഈ വന്ന കേമന്മാർക്ക് ധൈര്യമല്ല. അവര് ചോദിക്കുക, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, തൊട്ടിലിൽ കിടക്കുന്ന ഈ കുഞ്ഞിനോടാണോ ഞങ്ങൾ ചോദിക്കുക? നിങ്ങൾക്ക് അറിയേണ്ടത് അവിടെയല്ലേ ചോദിക്കേണ്ടത്? ഞങ്ങൾ അങ്ങനെ ചോദിക്കാൻ അവിടെ കിടക്കുന്ന ആളെങ്ങനെ സംസാരിക്കും? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി എങ്ങനെ സംസാരിക്കുക? സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്, തൊട്ടിലിൽ സംസാരിച്ച കുട്ടികൾ എന്നൊരു അധ്യായം തന്നെ ഉണ്ട്. തൊട്ടിലിൽ കിടക്കുന്ന ആളോട് ചോദിച്ചാൽ പറയും ചോദിച്ചില്ല. എങ്ങനെ ചോദിക്കാൻ? അവർക്ക് വിശ്വാസമില്ല കുട്ടി പറയൂല്ല എന്നുള്ളത്. എന്തായാലും കുട്ടി പറയാനുള്ളതും അവർക്ക് അറിയാനുള്ളതും അടുത്ത ആയത്തിലൂടെ പോരാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. ഈ കുട്ടി പറഞ്ഞതിലുണ്ട് നമ്മൾ പറയുന്ന വിഷയം. എന്ത്? മഹാന്മാരെവിടെ പോയാലും ബർക്കത്താ. കുട്ടി പറയാൻ തുടങ്ങി, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അബ്ദുല്ല എന്ന പ്രയോഗം ഒരു പ്രവാചകൻ അള്ളാഹുവിലേക്ക് ചേർത്ത് അള്ളാന്റെ അടിമ എന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ പറയല. ഓരോ നബിമാരും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. അബ്ദുല്ല എന്ന രീതിയിൽ തന്നെ സംബോധനം ചെയ്യാൻ ഓരോ നബിമാരും ഇഷ്ടപ്പെട്ടിരുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. പരിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിലാ മുത്തുനബിയെ അബ്ദ് എന്ന് പറഞ്ഞത്. സൂറത്തുൽ ഇസ്രായിൽ ഇസ്രാ പോകുന്നത് സംബന്ധമായുള്ള പറച്ചിലും അബ്ദ് എന്നാ പറഞ്ഞത്. ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. കുട്ടി പറയാൻ തുടങ്ങി, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അവൻ എനിക്ക് ഇൻജീൽ എന്ന ഒരു മഹത്തായ ഗ്രന്ഥം തന്നിട്ടുണ്ട്. എന്നെ അവൻ നബിയുമാക്കിയിട്ടുണ്ട്. ഞാൻ വെറുതെ വന്ന ആളല്ല, ഞാൻ നബിയ. എപ്പോഴാ പറയണത്? 40 വയസ്സിലല്ല, തൊട്ടിലിൽ പ്രായത്തിൽ. ഇനി കേട്ടോ അടുത്തത്. ഞാൻ നബിയാണെന്ന് പറഞ്ഞാൽ വജഅലനി മുബാറകാ, ഞാനൊരു ബർക്കത്തുള്ള മനുഷ്യനാ. എവിടെ? ഐനമാ കൂതു, ഞാൻ എവിടെ പോയാലും അവിടം ബർക്കത്താണ്. അത് മഹാന്മാരുടെ കൂടെ ഉണ്ട്. ഇത് ഖുർആനാ പറഞ്ഞത്. ഈ ബർക്കത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പണിയെടുക്കണം. മഹാന്മാരുടെ കൂടെ കൂടണം. ഒരു മഹാനായ നബി ദുആ ചെയ്തത് എന്താ? ആ മഹാനായ നബിയുടെ ദുആ, പടച്ചോനെ എനിക്ക് സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ കൂടെ ചേരണമെന്നാ. ഒരു മഹാനായ നബി ഇസ്രായേലിന്റെ കണ്ണടിച്ച് തെറിപ്പിച്ചതാ. എന്തിനാ? സ്വാലിഹീങ്ങളുടെ കൂടെ ചേരാൻ വേണ്ടി. എവിടെയാ നമ്മുടെ 2 ഖലീഫമാരുടെ ഖബറുള്ളത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചേർന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഫാത്തിഹയിൽ നമ്മൾ ദുആ ചെയ്യുന്നത്, നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നല്ലേ? അതിന്റെ ലക്ഷ്യം എന്താ? മഹാന്മാരുടെ കൂടെ ചേരുക. വിജയത്തിന്റെ 11 അടയാളങ്ങളിൽ 6ാമത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നു. മഹാന്മാരുടെ സുഹബത്ത് ആഗ്രഹിക്കുക, അത് ചേരാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു പ്രവാചകന്റെ ദുആ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫിന്റെ 101ാമത്തെ ആയത്ത് ഒരു നബിയുടെ ദുആയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, ആരാ? യൂസുഫ് നബി അലൈഹിസ്സലാം. സ്ത്രൈണ താല്പര്യം കൊണ്ടൊരു മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി
സാഹചര്യം ചേർന്ന് വന്നാൽ അതിൽ ആരാണ് ആൺകുട്ടി എന്നതിന്റെ ഉത്തരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഏറ്റവും വലിയ മാന്യൻ ആരാണ് നബിയെ? ഏറ്റവും വലിയ മാന്യൻ ആരാ? ഹബീബ് പറഞ്ഞു, ഏറ്റവും വലിയ മാന്യൻ യൂസുഫ് നബിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ മാന്യൻ, ഏറ്റവും വലിയ മാന്യൻ എന്നത് ഒരു പെണ്ണിനെ പ്രാപിക്കാൻ കിട്ടിയ നേരം മാന്യനായി സാധാരണ പെണ്ണല്ല അവള് എന്നുള്ളടുത്ത. ഒരു സാധാരണ പെണ്ണല്ല അവള്, അവളാ നാട്ടിൽ ഏറ്റവും വലിയ സുന്ദരി. തന്നെ ആഗ്രഹിച്ച് ഇങ്ങോട്ട് വന്ന പെണ്ണ്, അതോടൊപ്പം രാജപ്രൗഢിയിലുള്ള പെണ്ണ്. ഈ പെണ്ണിനെ പ്രാപിക്കാൻ കിട്ടിയ അവസരത്തിൽ മാന്യത കാണിച്ചു. പെണ്ണും ആ മഹാനും ഒറ്റയ്ക്കുള്ള നേരത്തത്. ആരാ അങ്ങനെ മാന്യനാവാ? ഹബീബായ നബിയോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുന്നാസി അക്രമു നബിയെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യനാരാണ്? കാല അവിടുന്ന് പറഞ്ഞു, അക്രമുഹും ഇൻദല്ലാഹി അത്ഖാഹും, ഏറ്റവും വലിയ മാന്യൻ ഏറ്റവും തഖ്വയുള്ളവനാ. അപ്പോൾ ചോദിച്ചു, നബിയെ, ഏറ്റവും മാന്യൻ ഏറ്റവും തഖ്വയുള്ളവനാണെന്ന് ഞങ്ങൾക്കറിയാം, അതല്ലാതെ പറ്റിയല്ല ചോദിച്ചത്. നബിയെ, ഫഅക്രമുന്നാസ്, ആരാ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ, ഏറ്റവും തഖ്വയുള്ളവൻ മാന്യനാന്ന് ഞങ്ങൾക്കറിയാം. ആ ഉത്തരം കിട്ടാനല്ല ചോദിച്ചത്. അവിടുന്ന് പറഞ്ഞു, എന്നാൽ ഇങ്ങനെ കേട്ടോ സഹാബ, അക്രമുന്നാസ് യൂസുഫു നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാഹി ഇബ്രാഹിം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് കാണാം. ഏറ്റവും വലിയ മാന്യൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ, യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ യൂസുഫ് നബിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് നബിയുടെ ദുആ എന്താ? പടച്ചോനെ റബ്ബേ, എനിക്ക് നീ അധികാരം തന്നു, എനിക്ക് സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള കഴിവ് തന്നു. എന്നിട്ടോ അല്ലാഹുവേ, ഇതൊക്കെ നീ തന്നല്ലോ, നീ ആകാശത്തെ പടച്ചവനാ, ഭൂമിയെ പടച്ചവനാ, ഫാത്തിറസ് സമാവാതി വൽ അർദ് അന്ത വലിയ റബ്ബേ, ഈ നിമിഷം വരെ എന്നെ സംരക്ഷിച്ചത് നീയാ, ഇനി അങ്ങോട്ട് നീയാ എന്നെ സംരക്ഷിക്കാനുള്ളത്. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിച്ച്, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മരിച്ച ശേഷം സ്വാലിഹീങ്ങളുടെ കൂടെ ചേരണം. ജീവിച്ചിരിക്കുമ്പോ മാത്രല്ല, എനിക്ക് ഇവിടുന്ന് ഇത് കിട്ടി അവിടെയും കിട്ടണം. അവിടെ എവിടെ കിട്ടണം? എന്നെ സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്കണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ മഹാന്മാരോട് കൂടെ ചേർക്കണം എന്ന് പറഞ്ഞതിലൂടെ അർത്ഥമാക്കപ്പെടുന്നത് മഹാനവറുകളുടെ പിതാക്കളുടെ ഖബർ ഫലസ്തീനിലാണ്. ആ ഖബർസ്ഥാനിൽ മഹാന്മാരായ പിതാക്കളുടെ കൂടെ മറവ് ചെയ്യപ്പെടണം എന്ന, ആ ഖബറിന്റെ അടുത്ത് മറവ് ചെയ്യണമെന്ന. യൂസുഫ് നബി നിലവിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിലല്ല മരിച്ചിരിക്കുന്നത്, ഈജിപ്തില് നൈലിന്റെ അപ്പുറത്തുള്ള നാട്ടിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അമ്പിയാക്കൾ എവിടെ വഫാത്താവുന്നോ അവിടെയാണ് അവരെ മറവ് ചെയ്യേണ്ടത്. അത് അമ്പിയാക്കളുടെ നുബുവത്തിന്റെ ഒരു നിബന്ധന പോലെ അള്ളാഹു വെച്ച കാര്യം. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ റൗള എവിടെയാ? അവിടുന്ന് വഫാത്തായ ആയിഷ ബിയുടെ വീട്ടിലാണ്. എവിടെയാ വഫാത്തായത്? മാ ബൈന ബൈത്തി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന സ്വർഗം തൊട്ടടുത്തുണ്ടായിട്ടും ഭാര്യയുടെ വീട്ടിലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പൊതുസ്ഥലത്ത് വഫാത്തായി ഒരു പൊതുസ്ഥലത്ത് ഖബർ സ്ഥാപിക്കാം എന്ന ഒരു താല്പര്യമില്ല. ആ പൊതുസ്ഥലമാവട്ടെ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന അവിടുത്തെ വീടിന്റെ മിമ്പറിന്റെ ഇടയിലുള്ള സ്വർഗത്തിന്റെ തോപ്പ് എന്ന് പറഞ്ഞ ഭാഗം അവിടെ വഫാത്താവായിരുന്നു. പക്ഷെ പൊതുസ്ഥല ഭാര്യയുടെ വീട്, ആയിഷ ബിയുടെ വീട്ടില്, ഭാര്യ വീട് എന്ന് പറഞ്ഞാൽ എന്ത് വീടെന്നല്ല, ആയിഷ ബീവിക്ക് റസൂലുള്ളാഹി കൊടുത്ത വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അവിടെയാണ് ഖബർ വന്നത്, അവിടെയാണ് റൗള ഉണ്ടായത്. അപ്പോൾ മഹാന്മാരായ അമ്പിയാക്കൾ എവിടെ വഫാത്താകുന്നു അവിടെയാണ് അവരുടെ ഖബർ വേണ്ടത്. യൂസുഫ് നബി ഇപ്പോൾ വഫാത്തായിരിക്കുന്നത് നൈൽ നദിയുടെ അപ്പുറത്തുള്ള നാട്ടിലാണ്. അവിടെ കൊണ്ടുപോകാൻ കാരണമുണ്ട്. നൈൽ നദിയുടെ ഇപ്പുറത്താണല്ലോ ഈജിപ്ത്. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമ്പർക്കം കൊണ്ടാകെ ബർക്കത്തായി ഇവിടെ ആകെ പച്ചപിടിച്ചു, സമ്പൽ സമൃദ്ധിയിലെത്തി. ഇതിനപ്പുറത്തെ നാട്ടിലാകെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസവും വന്നപ്പോൾ അവരൊരു കാര്യം ചെയ്തു.
അവിടെ കൊണ്ടുപോയി ഈ മഹാനെ കുറച്ചാൾ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് താമസിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ ആകെ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ വഫാത്താവുന്നു. മയ്യിത്ത് പരിശുദ്ധ ജനാസ മറവ് ചെയ്യുന്നത് അവിടെയാണ്, നിയമം അനുസരിച്ച് അവിടെയാണ്. പക്ഷെ തർക്കമായിട്ട് ഇമാം ഖുർത്തുബി പറയാം, വലിയ ചരിത്രമാണ് ഇത്. 2-3 സ്ഥലത്ത് ഇത് ഖുർത്തുബിയിൽ കാണാവുന്ന. തർക്കമായി എവിടെ മറവ് ചെയ്യണം എന്ന വിഷയത്തിൽ തർക്കമായപ്പോൾ ലാസ്റ്റ് അവസാനം തീരുമാനമെടുത്തു, നൈൽ 2ആയിട്ട് തിരിയേണ്ട ഈ 2 നാട്ടിലേക്കും വെള്ളം എത്തുന്ന ഭാഗം, ആ 2ആയിട്ട് തിരിയുന്ന മുഫറഖുൻ നൈൽ എന്ന് പറയുന്ന ഭാഗം, അവിടെ മറവ് ചെയ്യാൻ തീരുമാനിച്ചു. പുഴയുടെ നടുക്ക് അവിടെ മറവ് ചെയ്തു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 400 കൊല്ലങ്ങൾക്ക് ശേഷം വന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഖബർ പൊളിച്ച് ഈ മയ്യിത്ത് കൊണ്ടുപോയി ഫലസ്തീനിൽ മറവ് ചെയ്തു. ഈ ഖബർ അവിടെയുണ്ട്. ഈ ഖബർ എവിടെ എന്നത് കൃത്യമായി അറിയാൻ മൂസാ നബി പലരോടും ചോദിച്ചു. അള്ളാഹു ഏൽപ്പിച്ചു ഈ ഖബർ മാന്തി ആ മയ്യിത്തെടുത്ത് അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന്. കാരണം യൂസുഫ് നബി ദുആ ചെയ്തത് മഹാന്മാരോട് എന്നെ ചേർക്കണേന്നാ. മഹാന്മാർ അവിടെ കിടക്ക. എവിടെ? ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റിലും. ബാറക്നാ ഹൗലഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഹാന്മാർ കിടക്കുന്ന ആ ഖബർസ്ഥാനിയെ പറ്റി പറഞ്ഞത് ബാറക്നാ ഹൗലഹു, അള്ളാഹു ബർക്കത്ത് ചെയ്ത സ്ഥലം. എന്ന് ആ ആയത്തിന് തഫ്സീർ, സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തിന് തഫ്സീർ കൊടുത്തുകൊണ്ട് ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി അന്ത്യവിശ്രമം കൊള്ളണം, അവിടെ അവരുടെ കൂടെ കിടക്കണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. എന്നെ മുസ്ലിമായി മരിപ്പിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെ മരണശേഷം ചേർക്കണം. സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുത്ത് ഖബർ കിട്ടുക എന്നത് പുണ്യമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അവിടെ ചേരണമെന്ന് ദുആ ചെയ്ത് അവിടെ ചേരണം. അതിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ തർക്കം ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലം ഇപ്പോൾ നൈലിന്റെ മധ്യഭാഗത്ത് ഖബർ വന്നു. 400 കൊല്ലം കഴിഞ്ഞ് ആ ഖബർ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത ദൗത്യം അത് പൊളിച്ച് അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യാനാണ്. അങ്ങനെ വലിയ ചരിത്രമാണ്. ഒരു ഉമ്മ, ഏറ്റവും പ്രായമുള്ള ഉമ്മാക്ക് ഈ ഖബർ ഏത് ഭാഗത്താന്ന് അറിയാം. അത് പറഞ്ഞു തരാൻ വേണ്ടി മൂസാ നബി ആവശ്യപ്പെട്ടപ്പോ മൂസാ നബിയുടെ ഉമ്മ പറഞ്ഞു, പാരമ്പര്യമായ എന്റെ കാരണവന്മാരിൽ നിന്ന് ഞാൻ കേട്ടുപഠിച്ച രഹസ്യമായ അറിവ് പങ്കുവെക്കണമെങ്കിൽ താങ്കളോട് പറഞ്ഞ് താങ്കൾ അള്ളാഹുവിനോട് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ ഞാൻ സഹായിക്കണമെങ്കിൽ എനിക്ക് സ്വർഗം തന്നെ, സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും, എന്നിട്ട് എനിക്ക് സ്വർഗം വാങ്ങിത്ത എന്നാ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ആ ഉമ്മാക്ക് സ്വർഗം കിട്ടാൻ ദുആ ചെയ്തിട്ടൊക്കെയാണ് ആ ഖബറിനെ പറ്റി വെളിപ്പെടുത്തുന്നത്. ഒരു പ്രകാശം ഉണ്ടായിരുന്ന ആ ഖബറിനെ പറ്റിയുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ ആ പ്രകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചു നോക്കിയ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഹാന്മാർ അങ്ങനെയാ ചിന്തിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് ചിന്തിച്ചത് ഖബർ എവിടെ വേണമെന്ന. ആയിഷാ ബീവിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഖബർസ്ഥാനിലെ ആ ഭാഗമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു വാങ്ങി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖ് തങ്ങളുടെയും കൂടെ കിടക്കാൻ ആഗ്രഹിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഹാന്മാരുടെ കൂടെ കൂടുക എന്നത് ഒരു ഭാഗ്യമാണിത്. ഹയാത്ത് കാലത്തും മരണത്തിന് ശേഷവും അവരുടെ കൂടെ കൂടുക എന്നത് മഹത്തുക്കൾ ഏറെ പ്രാധാന്യം കൊടുത്തു. വിജയത്തിന്റെ 6ാമത്തെ അടയാളം സ്വാലിഹീങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുക. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക, കുറച്ച് ദിവസമായി ഈ വിഷയം തന്നെ പറയുന്നത്. അപ്പോൾ 7ാമത്തെ അടയാളം, വിജയത്തിന്റെ 7ാമത്തെ അടയാളം, വിനയമുള്ളവനായിരിക്കും, കിബറില്ലായിരിക്കും. കിബറുള്ളവനെ അള്ളാഹു താഴ്ത്തിക്കളയും, വിനയമുള്ളവനെ അള്ളാഹു ഉയർത്തും, വിജയിപ്പിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 8ാമത്തെ അടയാളം സഖിയൻ കരീമ, എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും, അത് വിജയത്തിന്റെ അടയാളമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാൻ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ അസ്ബഹ ഇബ്നു ആദമ, ആദം സന്തതി നേരം വെളുത്തെഴുന്നേൽക്കുമ്പോൾ 2 മലക്കുകൾ ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ദുആ ചെയ്യും, പടച്ച റബ്ബേ, ഇന്നത്തെ ദിവസം ദാനം ചെയ്യുന്നവർക്ക് നീ കൊടുക്കണം പകരം. ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാധനം പകരം കൊടുക്കുകയാണെങ്കിൽ അതിനോളം ഉള്ളതേ കൊടുക്കൂ, ഇങ്ങോട്ട് കിട്ടിയതിനോളം ഉള്ളതേ കൊടുക്കുള്ളൂ, അത് കൂടുതൽ ഒരു അല്പം കൊടുക്കുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണ ഉള്ള ഒരു സംഭവമാണ്, പെരപാർക്കല് കല്യാണത്തിനൊക്കെ കവറ് കിട്ടും. ഇങ്ങോട്ട് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് കൊടുക്കും, പകരം കൊടുക്കില്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ല എന്നുള്ള ഷറഈന്റെ ചർച്ച വേറെ ഉണ്ട് കേട്ടോ.
തിരിച്ചിങ്ങോട്ട് കിട്ടണമെന്ന് ഓർത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. ഫത്വൽ മുഈനിലൊക്കെ അത് പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഹദിയ കൊടുത്തത് അവിടെ മറക്കാം, അവിടെ അങ്ങോട്ട് മറക്കാം. അതിന് തിരിച്ചിങ്ങോട്ട് നമ്മുടെ മോളെ കെട്ടിക്കുമ്പോൾ 2 വയസ്സുള്ള കുട്ടി വലുതായി കഴിയുമ്പോൾ ആ കുട്ടീനെ കെട്ടിക്കാൻ അപ്പുറത്തേക്ക് കൊടുത്തിങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കൊടുക്കരുത്, കൂലി നഷ്ടപ്പെടും. ഞാനിപ്പോ ഇവിടെ കൊടുക്കുന്നത് എനിക്ക് പകരം അള്ളാഹ് തരും, ഇതിന് പകരം അള്ളാഹ് തരും എന്ന് ഓർത്ത് അപ്പ നെയ്യത്ത് ചെയ്ത് അങ്ങോട്ട് കൊടുത്തോളം, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൊടുക്കരുത്. അത് അങ്ങനെ പാടില്ല. ഞാൻ ഉദാഹരണം പറയണ, സാധാരണ ഇപ്പൊ എല്ലാവരും ഇപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചൊക്കെയാണല്ലോ കൊടുക്കുക. അപ്പൊ തിരിച്ച് നമുക്കൊരാള് ഈ ആഴ്ച പാർക്കലായിരുന്നു, നമ്മുടെ വീടിന്റെ പാർക്കില് പുതിയ വീട് വെച്ച് താമസം മാറുന്ന ആ സമയത്ത് നമുക്കൊരു ആള് അപ്പുറത്തെ വീട്ടുകാരൻ ഒരു ഇത് തന്നു. അടുത്ത ആഴ്ച ആ ആളുടെ മകന്റെ അല്ലെ ആ ആളുടെ വീട്ടിൽ വേറെ ആവശ്യമുണ്ട്, ഇതുപോലെ സാമ്പത്തികം അങ്ങോട്ട് ചെല്ലേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കിട്ടിയതിന്റെ പകരം അങ്ങോട്ട് കൊടുക്കുമ്പോ എന്ത് ചെയ്യും? 500 രൂപ വെച്ചെന്നെങ്കിൽ 500 തന്നെ നമ്മൾ കൊടുക്കുള്ളൂ. പക്ഷെ അള്ളാഹു പകരം കൊടുക്കുമ്പോ അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുമ്പോലെ അള്ളാഹ് കൊടുക്കണം. അള്ളാഹുവേ, ഇന്ന് ചെലവ് ചെയ്യുന്നവന് നീ പകരം കൊടുക്കണമല്ല എന്ന് മലക്ക് ദുആ ചെയ്യും. മറ്റേ മലക്ക് ആമീൻ പറയും. ഇന്ന് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവന് നീ അവന്റെ സമ്പത്തിൽ നാശം കൊടുക്കണേ എന്ന് മലക്ക് ദുആ ചെയ്യും. മറ്റേ മലക്ക് ആമീൻ പറയും. ഇങ്ങനെയാണ് ഓരോ പ്രഭാതവും എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. വിജയത്തിന്റെ 8ാമത്തെ അടയാളം കൊടുക്കാനുള്ള മനസ്സാണ്. 9ാമത്തെ അടയാളം അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കരുണയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കരുണ വേണം, അത് 9ാമത്തെ അടയാള. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ സൃഷ്ടിയോട് കരുണ എങ്ങനെ? ചെറിയവരോട് സ്നേഹം, കരുണ, ഇതൊക്കെ ഉണ്ടാവണം. ചെറിയവരോട് കരുണ ചെയ്യാത്തവൻ എന്നിൽപ്പെട്ടവനല്ല, വലിയവരെ ബഹുമാനിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഖതീബ് തിബ്രീസി മിഷ്കാത്തിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു പുന്നാര നബി തങ്ങളുടെ അടുക്കൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്നു. അപ്പോൾ അഖ്റ ചോദിക്കുന്നുണ്ട്, നബി അങ്ങ് കുട്ടികളെ ചുംബിക്കുകയോ? ഞങ്ങളൊന്നും ചെയ്യാറില്ല. ഇന്നലെ 10 അബ്ന, 10 മക്കൾ എനിക്കുണ്ട്. ഒരിക്കൽ പോലും ഒരാളെ ഞാൻ ചുംബിച്ചിട്ടില്ല നബിയെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യാത്തവർക്ക് ആകാശത്തിന്റെ സീമകളിലെ മലക്കുകൾ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു തിരിച്ച് കരുണ ചെയ്യുകയോ ചെയ്യില്ല. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ എത്ര പറഞ്ഞു? 8 എണ്ണം പറഞ്ഞു, 9 എണ്ണം പറഞ്ഞു. 10ാമത്തേത് മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള ആളാണ് എങ്കിൽ അവന് വിജയത്തിന്റെ അടയാളം പൂർത്തീകരിച്ച ആളാണ്. വിജയത്തിന്റെ 10ാമത്തെ അടയാളം മനുഷ്യന്മാർക്ക് ഉപകാരം ഉണ്ടാവണം. മനുഷ്യന്മാർക്ക് ഉപകാരം എവിടെ? നമ്മൾ അങ്ങനൊരു ആയത്ത് ഓതിയിരുന്നു നേരത്തെ. ഈസാ നബിയുടെ ചരിത്രം പറഞ്ഞപ്പോ അങ്ങനെ ഒരു ആയത്ത് ഓതിയില്ലേ, വജഅലനി മുബാറക്കൻ. ഇതിന്റെ അർത്ഥം എന്തെന്നറിയോ? മഹാന്മാർ കൊടുക്കുന്ന അർത്ഥം ഐ നഫഅൽ ലിന്നാസി, ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. വജഅലനി മുബാറക്കൻ, ഞാൻ എവിടെ ചെന്നാലും ബറക്കത്താണെന്ന് പറഞ്ഞല്ലേ, അതിന് ഇങ്ങനൊരു അർത്ഥമുണ്ട്, ജനങ്ങൾക്ക് ഞാൻ വലിയ ഉപകാരിയായിരുന്നു. 10ാമത്തെ അടയാളം ജനങ്ങൾക്ക് ഉപകാരമാണ് എങ്കിൽ 11ാമത്തേത് യകൂന ദാക്കിറൻ ലിൽ മൗതി കസീറ, സ്വന്തം മരണത്തെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്ന മനസ്സുണ്ട് എങ്കിൽ വിജയത്തിന്റെ 11ാമത്തെ അടയാളം അതാണെന്ന് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.